We shall now discuss the topic Newton's formula and Laplace's correction. According to Newton, the propagation of sound through air is an isothermal process. ഐസോതെർമൽ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ സൗണ്ട് എയറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുക. സൗണ്ട് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതായത് സൗണ്ട് പോകുമ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ആർ വൈബ്രേറ്റിംഗ്. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ആർ വൈബ്രേറ്റിംഗ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. വേവ് പോകുന്ന ഡയറക്ഷന് പാരലലായിട്ടാണ് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രഷർ വേരിയേഷൻസ് ആണ് അല്ലേ? കംപ്രഷൻസും റെയറിഫാക്ഷൻസ് ആയിട്ടും. റെയറിഫാക്ഷൻ ലോ പ്രഷറുള്ള റീജിയനും ഹൈ പ്രഷറുള്ള റീജിയനും. അപ്പോൾ അവിടെ ത്രൂ ഔട്ട് ദി മീഡിയം ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ് ഐസോതെർമൽ പ്രോസസ്സിൽ. ഐസോതെർമൽ പ്രോസസ്സാണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ ഓഫ് ദ മീഡിയം ഡസ് നോട്ട് ചേഞ്ച്. ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഡ്യൂറിങ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ത്രൂ എയർ എന്നുള്ള ഒരു അസംഷനിലാണ് ന്യൂട്ടൺ velocity of sound through air is found to be, according to Newton's formula, it is root of P by rho. P is a pressure and rho is a density of the medium. ഇതാണ് ന്യൂട്ടൻ്റെ ഫോർമുല. അപ്പോൾ ഈ നമുക്കറിയാം ജനറൽ ഫോർമുല of the velocity of longitudinal waves through a fluid is root of B by rho. ജനറൽ ഫോർമുല വെലോസിറ്റിക്ക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് വരാം അല്ലേ? അപ്പോൾ ദ സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ത്രൂ എ ഫ്ലൂയിഡ് ഈസ് ഗിവൺ ബൈ ദ ജനറൽ ഫോർമുല V ഈക്വൽ ടു റൂട്ട് ഓഫ് B ബൈ റോ. B പറയുന്നത് ഇറ്റ് ഈസ് എ ബൾക്ക് മോഡുലസ് ഓഫ് ദ മീഡിയം. അപ്പോൾ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെസ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. പിന്നെ നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടും, കാരണം പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്, കാണിക്കാൻ വേണ്ടി. സോ ഈ ജനറൽ ഫോർമുലയിൽ നിന്ന് ന്യൂട്ടൺ ദ ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട്, ഐസോതെർമൽ പ്രോസസ്സ് ആണെങ്കിൽ നമുക്കറിയാം പി വി ഈക്വൽ ടു NRT ഈസ് എ കോൺസ്റ്റൻറ്റ്. പി വി ഈക്വൽ ടു NRT, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അല്ലേ? അപ്പോൾ ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പി ഇൻറ്റു ഡെൽറ്റ വി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് എന്താണ്? 0. പി വി ഈക്വൽ ടു NRT ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. ഇവിടെ വി ആർ ടേക്കിംഗ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡെൽറ്റ വി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആണ് ഡെൽറ്റ പി ഈക്വൽ ടു 0. ഇനി ഇതിൽ നിന്ന് പി ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇതിനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് വി ഡെൽറ്റ പി. ദെർഫോർ P ഈക്വൽ ടു മൈനസ് വി ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. ദാറ്റ് ഈസ്, പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഡെൽറ്റ പി ബൈ ഈ വി താഴത്തേക്ക് കൊണ്ടുവരാം, ഡെൽറ്റ വി ബൈ വി. അപ്പോൾ എന്തായി? മൈനസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ നമ്മളുടെ ഫോർമുലയിൽ, ജനറൽ ഫോർമുല ഫോർ വെലോസിറ്റിയിൽ നമുക്ക് വി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ എന്നുള്ള ഫോർമുലയിൽ വി ഹാവ് നൗ ഗോട്ട് ബി ഈക്വൽ ടു പി. അപ്പോൾ ബി എന്നുള്ളതിന് പകരം നമുക്ക് പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ന്യൂട്ടൺസ് ഫോർമുല. വി ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ. പി ഈസ് എ പ്രഷർ ഓഫ് ദ മീഡിയം ഓഫ് ദ ഗ്യാസ് ആൻഡ് റോ ഈസ് എ ഡെൻസിറ്റി. സോ ദിസ് ഈസ് ന്യൂട്ടൺസ് ഫോർമുല. ഈ ന്യൂട്ടൺസ് ഫോർമുല വെച്ചിട്ട് നമ്മൾ ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള വെലോസിറ്റി ഓഫ് സൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ കാൽക്കുലേറ്റഡ് വാല്യൂ 280 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷേ ദ ആക്ച്വൽ വാല്യൂ, എക്സ്പെരിമെൻ്റൽ വാല്യൂ ഓഫ് വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ന്യൂട്ടൺസ് ഫോർമുല വെച്ച് കിട്ടുന്നത് കറക്റ്റ് അല്ല, ഡിഫറൻസ് ഉണ്ട്.
So there is something wrong with Newton's formula. ഓക്കെ, ഇനി ഇതിൽ കറക്ഷൻ അപ്ലൈ ചെയ്ത സയൻറ്റിസ്റ്റാണ് ലാപ്ലേസ്. ആൻഡ് വാട്ട് വാസ് ദ കറക്ഷൻ മെയ്ഡ്? ലാപ്ലേസ് പറഞ്ഞു, ഈ സൗണ്ട് എയറിലൂടെ പോകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ആൻ ഐസോതെർമൽ പ്രോസസ് ബട്ട് ഇറ്റ് ഈസ് ആൻ അഡിയബാറ്റിക് പ്രോസസ്. ഇറ്റ് ഈസ് ആൻ അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പറഞ്ഞാൽ നമുക്കറിയാം, ദ സിസ്റ്റം ഡസ് നോട്ട് എക്സ്ചേഞ്ച് എനർജി വിത്ത് ദ സറൗണ്ടിങ്സ്. അതായത് ഈ സിസ്റ്റം സറൗണ്ടിങ്സ് ആയിട്ട് ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഈ സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കംപ്രഷൻസും റയറിഫാക്ഷൻ, വീണ്ടും കംപ്രഷൻ, റയറിഫാക്ഷൻ. ഈ പ്രഷർ കൂടിയ സ്ഥലത്ത് നാച്ചുറലി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ അവിടെ ടെമ്പറേച്ചർ കൂടുതലും പ്രഷർ കുറഞ്ഞ അവിടെ ടെമ്പറേച്ചർ കുറവുമാണ്. അല്ലാതെ അതൊരു ഐസോതെർമൽ പ്രോസസ്സ് ആവണമെങ്കിൽ ഈ മീഡിയം സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് നടത്തണം, എന്നിട്ട് ടെമ്പറേച്ചറിനെ കോൺസ്റ്റൻ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ഈ പ്രഷർ വേരിയേഷൻസ് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് ദർ ഇസ് നോ ചാൻസ് ഫോർ ദ മീഡിയം ടു എക്സ്ചേഞ്ച് ഹീറ്റ് വിത്ത് ദ സറൗണ്ടിങ്സ്. ദെർഫോർ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. സോ ദ ടെമ്പറേച്ചർ ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ത്രൂ എയർ ഈസ് നോട്ട് ആൻ ഐസോതെർമൽ പ്രോസസ് ബട്ട് ഇറ്റ് ഈസ് ആൻ അഡിയബാറ്റിക് പ്രോസസ്. Laplace pointed out that the pressure variations of a gas during the propagation of sound are so fast that there is no chance for the medium to exchange heat with the surroundings. So the pressure variations are adiabatic and it is not isothermal. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കണം? അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എടുത്തിട്ട് വേണം പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ. അതായത് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇനി ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് എക്സ് റേസ് ടു എൻ എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഈ പി വി റേസ് ടു ഗാമ എന്നുള്ളതിൽ ഗാമ എന്താണ്? റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണ്. Gamma equal to Cp by Cv, molar specific heat at constant pressure by molar specific heat at constant volume. അപ്പോൾ n x raised to v raised to n minus 1, എന്നിന് പകരമാണ് ഗാമ, പിന്നെ ഒരു ഡെൽറ്റ വി പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വി റേസ് ടു ഗാമ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഡെൽറ്റ പി ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് എന്താണ്? 0. സോ വി ഹാവ് പി, ഈ ടേമിനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയി പി ഗാമ വി റേസ് ടു ഗാമ മൈനസ് 1 ഡെൽറ്റ വി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി വി റേസ് ടു ഗാമ. ഇനി ഗാമ പി എന്നുള്ളത് ഇവിടെ തന്നെ നിർത്തി, ബാക്കിയുള്ളതെല്ലാം മൈനസ് ഡെൽറ്റ പി വി റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ വി റേസ് ടു ഗാമ മൈനസ് 1 ഡെൽറ്റ വി. ഇനി ഇത് രണ്ടും കൂടി ചെയ്യാം. വി റേസ് ടു ഗാമയും വി റേസ് ടു ഗാമ മൈനസ് 1ഉം എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ, എ റേസ് ടു എം മൈനസ് എൻ, അതായത് വി റേസ് ടു ഗാമ മൈനസ് ഗാമ പ്ലസ് 1 വരും. ഗാമ മൈനസ് ഗാമ 0, പിന്നെ അപ്പോൾ വെറും വി എന്ന് മാത്രം മുകളിൽ വരും. അത് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് വി ഇങ്ങനെ വന്നു, ദാറ്റ് ഈസ് മൈനസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. അപ്പോൾ ഇതെന്താണ്? ബൾക്ക് മോഡുലസ് ഓഫ് ദ ഗ്യാസ് ആണ്. സോ ലെഫ്റ്റ് സൈഡിൽ ഗാമ പി എന്നുണ്ട് അല്ലേ? ഗാമ ഈക്വൽ ടു സി പി ബൈ സി വി, ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ബി ജനറൽ ഫോർമുലയിൽ വി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ എന്നുള്ള ഫോർമുലയിൽ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ന്യൂട്ടൺസ് ഫോർമുലയിൽ ഉണ്ടായ തെറ്റെന്താണ്? വെറും റൂട്ട് ഓഫ് പി ബൈ റോ എന്നേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി ദ ഫോർമുല, the final formula for the velocity of sound in air is v equal to root of gamma p by rho. This is Newton's formula with Laplace correction. അപ്പോൾ for air, in the case of air, gamma is the ratio of specific heat, gamma equal to 7/5. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ the velocity of sound at STP is obtained as 331.3 meter per second. ഈ ഫോർമുല വെച്ചിട്ട് ദിസ് വെരി വെൽ എഗ്രീസ് വിത്ത് ദ
experimental value. Measured experimental value 331 meter per second. So, the modification of Newton's formula is called Laplace correction. So according to Laplace, the propagation of sound in air is not an isothermal process, but it is an adiabatic process, and the correct formula is V equal to root of gamma p by rho.